ഹായ് ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് ഉസ്ബെക്കിസ്ഥാനിലാണ് കേട്ടോ. ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കൻ മെഡിക്കൽ അക്കാഡമിയുടെ മുന്നിലാണുള്ളത്. ഉസ്ബെക്കിസ്ഥാന്റെ ക്യാപിറ്റൽ സിറ്റിയാണ് താഷ്കന്റ് എന്ന് പറയുന്നത്. ഈ താഷ്കന്റിൽ തന്നെ ഏകദേശം താഷ്കൻ മെഡിക്കൽ അക്കാഡമിക്ക് തന്നെ ഏകദേശം 3 ബ്രാഞ്ചസ് ഉണ്ട്. താഷ്കന്റിന്റെ തന്നെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇതാണ് ഉസ്ബെക്കിസ്ഥാന്റെ മെയിൻ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഏകദേശം 1920 സ്റ്റാർട്ട് ചെയ്ത ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ് താഷ്കൻ മെഡിക്കൽ അക്കാഡമി എന്ന് പറയുന്നത്. ഒരുപാട് ഇന്ത്യൻസും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെയുള്ള മലയാളീസൊക്കെ ഒരുപാട് പഠിച്ചുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് താഷ്കൻ മെഡിക്കൽ അക്കാഡമി. പൊതുവായിട്ട് ഉസ്ബെക്കില് സ്റ്റുഡൻസ് വരാൻ തുടങ്ങിയിട്ട് നമ്മൾ യുക്രൈൻ വാറിന് ശേഷമുള്ള സ്റ്റുഡൻസ് ആണ് കൂടുതലും. ഇപ്പൊ ഞാനിവിടെ വന്ന് ഒരുപാട് സ്റ്റുഡൻസിനായിട്ട് സംസാരിച്ചപ്പോഴൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഉക്രൈൻ റിട്ടേൺസ് സ്റ്റുഡൻസ് ആണ് കൂടുതലുള്ളത്. അറ്റ് പ്രസന്റ്ലി ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് പിന്നെ അത് കൂടാതെ കുറച്ച് സ്റ്റുഡൻസുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഉസ്ബെക്കിസ്ഥാൻ ഇപ്പോൾ യുക്രൈനൊക്കെ ശേഷം നമ്മുടെ നാട്ടിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഉസ്ബെക്കിസ്ഥാൻ ചോദിക്കാറുണ്ട്. പല ഏജൻസികൾ ഉസ്ബെക്കിസ്ഥാൻ അഡ്മിഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഉസ്ബെക്കിസ്ഥാൻ ചോദിക്കാറുണ്ട്. അപ്പം താഷ്കൻ മെഡിക്കൽ അക്കാഡമി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഇതാണ്, താഷ്കൻ മെഡിക്കൽ അക്കാഡമിയാണ് ഇവരുടെ മെയിൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഉസ്ബെക്കിസ്ഥാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത് സെൻട്രൽ ഏഷ്യൻ കൺട്രിയാണ്. സെൻട്രൽ ഏഷ്യൻ കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 5ഓളം രാജ്യങ്ങളുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു കൺട്രി കൂടിയാണ് ഉസ്ബെക്കിസ്ഥാൻ. ഉസ്ബെക്കിസ്ഥാന്റെ ലാംഗ്വേജ് വരുന്നത് കൂടുതൽ ആളുകളും സംസാരിക്കുന്നത് റഷ്യനാണ്. പിന്നെ ഉസ്ബെക് ലാംഗ്വേജും ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 35 മില്യൺ ആണ് ഇവരുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതിലെ മേജർ പോപ്പുലേഷനും താഷ്കന്റ് എന്ന് പറയുന്ന സിറ്റിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ താഷ്കന്റ് ആണ് മെയിൻ ആയിട്ടുള്ള ഇവരുടെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത്. ഒരുപാട് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഒക്കെ ഉള്ളത് താഷ്കന്റ് സിറ്റിയിലാണ്. ഏറ്റവും ഉസ്ബെക്കിൽ തന്നെ പ്രധാനപ്പെട്ടതും ഏറ്റവും വലിയൊരു സിറ്റിയും താഷ്കന്റ് ആണ്. കേരളത്തിൽ നിന്ന് താഷ്കന്റിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ 2 ഓപ്ഷൻ ഉള്ളത്. ഡൽഹി വഴി വരാം. ഡൽഹിയിൽ നിന്ന് ഏകദേശം 3 മണിക്കൂറാണ് ഇങ്ങോട്ട് വരുന്ന ട്രാവലിംഗ് ടൈം വരുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ അറബ് കൺട്രീസ് ആയിട്ടുള്ള നമ്മളെ ദുബായ് വഴിയും ഷാർജ വഴിയൊക്കെ ഇവർക്ക് വരാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഉസ്ബെക്കിലെ കറൻസി എന്ന് പറയുന്നത് സോം എന്ന് പറയുന്ന കറൻസിയാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 150 സോം എന്ന് പറയുന്നത് ഇന്ത്യയിലെ 1 രൂപ എന്നുള്ള രീതിയിലാണ് വരിക. നോർമലി ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് നാട്ടിലെ ഏകദേശം ആ ഒരു എക്സ്പെൻസ് പോലെ തന്നെ വരുന്നുണ്ട്. ഫുഡ് ആണെങ്കിലും അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും നാട്ടിലെ എക്സ്പെൻസ് പോലെ തന്നെയാണ് ഏകദേശം എക്സ്പെൻസ് വരുന്നത്. ഞാനിപ്പോൾ ഉള്ളത് യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ബ്ലോക്കിലാണുള്ളത്. നമുക്കിപ്പോൾ കാണാൻ പറ്റും ഇവരുടെ ഈ താഷ്കൻ മെഡിക്കൽ അക്കാഡമി ഒരുപാട് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുമായിട്ട് അസോസിയേഷൻ ഉണ്ട്. അതിലിപ്പോൾ ഏകദേശം നമ്മളെ കേരളത്തിലൊക്കെയുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട്. കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള ഹോസ്പിറ്റൽസ് ഫോർട്ടീസ്, ബാംഗ്ലൂരുള്ള ഗ്രൂപ്പാണ് ഫോർട്ടീസ് ഗ്രൂപ്പ്, ഫോർട്ടീസ് അപ്പോളോ ഹോസ്പിറ്റല്. അതുപോലെ തന്നെ നമ്മൾ റഷ്യയിലുള്ള NSMU എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഇനായിട്ട് ഉണ്ട്. അതുപോലെ വെബ്സ്റ്റർ യൂണിവേഴ്സിറ്റി. അതുപോലെ നമുക്ക് കസാക്കിസ്ഥാനൊക്കെ തൊട്ടടുത്തുള്ള കസാക്കിസ്ഥാനിൽ നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് പഠിക്കുന്ന സൗത്ത് കസാക്ക് മെഡിക്കൽ അക്കാഡമി, അതുപോലെ തന്നെ കസാക്ക് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി, അങ്ങനെ ഒരുപാട് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആയിട്ട് ടൈപ്പ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് താഷ്കൻ മെഡിക്കൽ അക്കാഡമി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ NMC കറന്റ് NMC നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെയും അതുപോലെ തന്നെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനൊക്കെ അംഗീകാരമുള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് താഷ്കൻ മെഡിക്കൽ അക്കാഡമി എന്ന് പറയുന്നത്. ഇവിടെ വരുന്നത് 6 ഇയർ ഇംഗ്ലീഷ് മീഡിയം പ്രോഗ്രാമാണ്, 1 ഇയർ ഇന്റേൺഷിപ്പ് ആണ്. FMG റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ അറ്റ് പ്രസന്റ്ലി യുക്രൈൻ വാറിന് ശേഷം ആയതുകൊണ്ട് തന്നെ പ്രസന്റ്ലി FMG പാസ് പെർസെൻറ്റേജ് ഒന്നുമില്ല. അധികം ആരും അറ്റൻഡ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെയാണ് അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കും അതുപോലെ തന്നെ ഡീൻ ഓഫീസൊക്കെ ഈ ബ്ലോക്കിലാണ് വരുന്നത്. പിന്നെ സ്റ്റിമുലേഷൻ സെന്റർ ഉണ്ട്, അതുപോലെ ഹിസ്റ്റോളജി
അനാട്ടമിയുടെ ഒക്കെ ലെക്ചർ ക്ലാസ്സുകളൊക്കെ ഈ ബിൽഡിങ്ങിലാണ് വരിക. ക്ലിനിക്കലൊക്കെ താഷ്കെൻഡിൽ തന്നെ ഹോസ്പിറ്റലുകളുണ്ട്. അതായത് ഇവർക്ക് ഏകദേശം ഈ സിറ്റിയിലുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് എല്ലാം തന്നെ സ്റ്റുഡൻസിന് ക്ലിനിക്കൽ ഫെസിലിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ടീച്ചിങ് മീൻസ് തിയറി ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെയാണ് ഈ ബ്ലോക്കിൽ വരിക. അതിനുശേഷം ഒരു ഹോസ്പിറ്റൽ ക്ലിനിക്കലിന് പുറത്തുള്ള ഹോസ്പിറ്റൽസിൽ യൂണിവേഴ്സിറ്റി തന്നെ ഹോസ്പിറ്റൽസ് അവൈലബിൾ ആണ്. ഈ ബ്ലോക്കിൽ വരുന്ന മെയിൻ ഒരു പാർട്ടാണ് സ്റ്റിമുലേഷൻ സെന്റർ എന്ന് പറയുന്ന ഒരു സെന്ററാണിത്. ഇതാണ് താഷ്കെൻഡ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഹോസ്പിറ്റൽ വരുന്നത്. യൂണിവേഴ്സിറ്റിയുടെ തൊട്ട് മുന്നിൽ തന്നെയാണ് ഹോസ്പിറ്റൽ വരുന്നത്. എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഹോസ്പിറ്റലാണ്. താഷ്കെൻഡ് മെഡിക്കൽ അക്കാഡമിയുടെ ഹോസ്റ്റൽ വരുന്നത് യൂണിവേഴ്സിറ്റിയുടെ തന്നെ തൊട്ടടുത്ത് തന്നെയാണ് ഹോസ്റ്റൽ വരുന്നത്. ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അവിടെയാണ് ഇന്റർനാഷണൽ ഹോസ്റ്റൽ. അവിടെ ഇന്ത്യൻസും ഉണ്ട്, അതുപോലെ തന്നെ മിക്സ്ഡ് ആണ്. മറ്റുള്ള രാജ്യങ്ങൾ, പാകിസ്ഥാൻ അതുപോലുള്ള രാജ്യത്തുള്ള സ്റ്റുഡൻസും ഉണ്ട്, അതുപോലെ തന്നെ ഉസ്ബെക്ക് സ്റ്റുഡൻസും യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റലിലുണ്ട്. പക്ഷെ കേരളത്തിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ തന്നെ ഓൺ ഹോസ്റ്റലും ഫുഡിനുള്ള അവൈലബിലിറ്റി, നമ്മൾ മലപ്പുറത്തുള്ള ഒരു കുക്ക് തന്നെ പോയിട്ട് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം കേരള ഫുഡും അവൈലബിൾ ആണ്, സൗത്ത് ഇന്ത്യൻ ഫുഡ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഹോസ്റ്റലിൽ ഫുള്ള് മലയാളീസ് കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിൽ ഹോസ്റ്റൽ നമ്മൾ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കണ്ടത് താഷ്കെൻഡ് മെഡിക്കൽ അക്കാഡമിയുടെ ഇൻഫർമേഷൻസ് ആണ്. താഷ്കെൻഡ് മെഡിക്കൽ അക്കാഡമിയിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്റ്റഡി ലിങ്ക്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനായിട്ട് സംസാരിക്കാനും, അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നമ്മൾ മറ്റുള്ള കൺട്രിയിൽ ചെയ്യുന്ന പോലെ തന്നെ എല്ലാ സർവീസുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 6 വർഷം പഠിച്ചിറങ്ങുന്നത് വരെയുള്ള എല്ലാ സർവീസുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അഡ്മിഷന് വേണ്ടി സ്റ്റഡി ലിങ്ക്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഓൾ.